1848 കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഫിനസ് ഗേജ് എന്നൊരു വർക്കറുടെ തലയോട്ടിൽ കൂടി ഒരു ഇരുമ്പ് ദണ്ട് തുളച്ചു കയറുകയും എന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായി തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പിന്നീട് അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. പക്ഷേ അപകടത്തിന് മുൻപ് വരെ ഫിനസ് എന്ന വ്യക്തി വളരെ ഊർജ്ജസ്വലനും സോഷ്യൽ ബിഹേവിയർ ഉള്ള ഒരാളും ഒരു മര്യാദക്കാരനുമായിരുന്നയാളുടെ വ്യക്തി സ്വഭാവം അപകടത്തിന് ശേഷം ആകെ മാറിമറിയുകയാണ്. വലിയ രീതിയിലുള്ള ദേഷ്യവും അഗ്രഷൻ ബിഹേവിയറും മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ വളരെ സോഷ്യൽ ബിഹേവിയർ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്കാണ് ഫിനസ് ഗേജ് എത്തിയത്. ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ആ അപകടത്തിലൂടെ മസ്തിഷ്കത്തിലെ ഇടത് ഫ്രണ്ടൽ ലോബിലുണ്ടായ ഒരു ഇഞ്ചുറി മൂലമായിരുന്നു. എന്നാൽ പിന്നീട് ഫിനസ് ഗേജിലുണ്ടായ മാറ്റം എന്നത് ന്യൂറോ സയൻസിന്റെ അന്ന് വരെയുള്ള അറിവുകളെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫിനസ് പൂർണ്ണമായി മാറിയില്ലെങ്കിലും തന്റെ പഴയ സ്വഭാവത്തിലേക്ക് തിരികെ എത്താൻ തുടങ്ങിയിരുന്നു. അതായത് ഇഞ്ചുറി സംഭവിച്ച മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ താനെ പുതിയ പാതകൾ കണ്ടെത്തിയും ചിലത് ക്രമപ്പെടുത്തിയും മസ്തിഷ്കം തന്നെ ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെയെങ്കിലും ശരിയാക്കാൻ തുടങ്ങി.